ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ടാരോ ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് എന്ത് ആഗ്രഹമാണ് ഉള്ളത്, അതോടൊപ്പം അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കുക. ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഗൈഡൻസാക്കി മാത്രം എടുക്കുക, പോസിബിളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് 4 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അത് റിവേഴ്സായിട്ടാണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ആ കാർഡ്. പിന്നീട് 2 ഓഫ് കപ്സ് ആണ്. ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അതായത് 4 ഓഫ് കപ്സ് എന്ന് പറയുന്ന സമയത്ത് അത് റിവേഴ്സായിട്ട് വന്നിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ആളുള്ളത്. അതായത് അവർക്ക് ഇപ്പോൾ എന്തു പറയാം, ഇപ്പോഴുള്ള അവരുടെ സാഹചര്യം, അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെങ്കിൽ, ഇപ്പോൾ ആ ഒരു നിങ്ങളെ ഇതുവരെ അവർ എന്താ പറയുക, പലതും നിങ്ങളെ എന്താ പറയുക, നിങ്ങളോട് ചെയ്ത കാര്യത്തിനൊക്കെ അവർക്ക് വല്ലാത്തൊരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയതെങ്കിൽ, ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ അതിനൊക്കെ ഒരു ക്ഷമ നിങ്ങളടുത്ത് പറയണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. എന്താണ് അവരുടെ ഭാഗത്ത് തെറ്റ്, ആ തെറ്റിന് അവർക്കൊരു ക്ഷമ നിങ്ങളടുത്ത് പറയണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഈ വ്യക്തി വന്നിരിക്കുന്നത്. എന്തായാലും അത് നിങ്ങളെ കണ്ടതിന് ക്ഷമ പറഞ്ഞ് നിങ്ങളെ കൂടെ ചേർക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. അപ്പോൾ അത് ഒരു വലിയൊരു അകൽച്ചയിലൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഭാഗത്താണ് തെറ്റുള്ളതെങ്കിൽ അവർ നിങ്ങളോട് തീർച്ചയായും നിങ്ങളുടെ അടുത്ത് അവർക്ക് ക്ഷമ പറയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അവരുടെ ആഗ്രഹം അത് തന്നെയാണ്, നിങ്ങളടുത്ത് ക്ഷമ പറഞ്ഞ് നിങ്ങളെ കൂടെ കൂട്ടുക. അതായത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്താനാവുന്നില്ല എന്നുള്ള മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഉള്ളിൽ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളടുത്തുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു അത്രയും വലിയൊരു സ്നേഹം ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. കിങ് ഓഫ് കപ്സും നമുക്ക് ഈ 2 ഓഫ് കപ്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർക്കൊരു മാച്ച് പാർട്ട്ണർ, അതായത് അവരുടെ യോജിച്ച ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. എന്തൊക്കെ സിറ്റുവേഷൻ്റെ പുറത്താണ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതെങ്കിലും, അവരുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റെങ്കിലും അവർക്ക് അതിനൊക്കെ വന്ന് ക്ഷമ പറയണം, എങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുത്താനാവില്ല. കാരണം ഉള്ളിൽ എന്തൊക്കെ ദേഷ്യം അവരുടെ ഉള്ളിലുണ്ടെങ്കിലും, പുറമെ എന്താ പറയുക, അകത്തിപ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ ഒരുപാട് സ്നേഹം നിങ്ങളടുത്ത് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ദേഷ്യം ഈ സമയത്തെല്ലാം ഉണ്ട് അവർക്ക്. നിങ്ങളടുത്ത് എന്താ പറയുക, സ്നേഹം കൊണ്ടുള്ള ഒരു ദേഷ്യമാണ്, അല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു ദേഷ്യമല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇണക്കമൊക്കെ ഉണ്ടാവുമല്ലോ, സാധാരണ അല്ലേ സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ, അത് ആ വ്യക്തിക്ക് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ പിണങ്ങിപ്പോയാലും ആ വ്യക്തിക്ക് നിങ്ങളെ മറന്നിട്ടുള്ള ഒരു ജീവിതം ഇല്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജഡ്ജ്മെൻ്റ് കാർഡ്, അതായത് ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞത്, ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എങ്ങനെയായാലും ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതിയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. ആ ജഡ്ജ്മെൻറ്റ് കാർഡിൽ തന്നെ മനസ്സിലാക്കാം.
കാരണം ഈ വ്യക്തി ഇപ്പോൾ എല്ലാം എന്താ പറയുക, ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അപ്പം നിങ്ങൾ തമ്മിലൊരു വലിയൊരു രീതിയിലാണ് നിങ്ങൾ എന്താ പറയുക, ഈ സമയത്ത് ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ, ഒരു അകൽച്ചയൊക്കെ വന്നത് നിങ്ങൾ എന്തൊക്കെയോ സിറ്റുവേഷൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തെറ്റായ രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്നുള്ളത്, അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വ്യക്തിക്ക് വ്യക്തമായ ഒരു തീരുമാനം ഈ വ്യക്തിക്ക് ഇപ്പോൾ എടുക്കണമെന്നുണ്ട്. അതാണ് ആ വ്യക്തി ആദ്യം കിട്ടിയ കാർഡിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ക്ഷമ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും. യൂണിവേഴ്സായിട്ട് ഈ വ്യക്തിക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴുള്ള അവരുടെ കാഴ്ചപ്പാടിൽ അവർ നിങ്ങളെ തന്നെയാണ് നോക്കി കാണുന്നത് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാർഡ്സൊക്കെ താഴെ വീണത് നിങ്ങളുടെ എനർജിയാണ് ഇതൊക്കെ. കാരണം ഒരുപാട് പേരുടെ എനർജി ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് താഴെ. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങളിപ്പോൾ എന്താ പറയുക, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തികളാണ് എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. അത് 2 ഓഫ് കപ്സിൻ്റെ താഴെ തന്നെയാണ് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ബന്ധമാണ്. അതായത് എന്താ പറയുക, ചിലർക്കൊക്കെ ഈ വ്യക്തി എന്ന് പറയുന്നത് ആദ്യം മുതലേ അറിയുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വേർപ്പെടുത്താനാവില്ല. അതായത് ഒരു ഡെസ്റ്റിനി പോലെ നിങ്ങളിൽ, അതായത് വിധിപ്രകാരം നമുക്ക് ആ ജഡ്ജ്മെൻറ്റ് കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇത് വിധിയാണ്. നിങ്ങൾക്ക് യോജിച്ച നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അത് ദൈവനിയോഗം പോലെ നിങ്ങളിൽ വന്നു ചേർന്ന ഒരു വ്യക്തി തന്നെയാണ്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി എന്ന് പറഞ്ഞാലും അവർക്ക് എന്താ പറയുക, നിങ്ങളിൽ തന്നെ വീണ്ടും തിരിച്ചു വരും എന്നുള്ള എനർജി, നിങ്ങളൊന്ന് ഒത്തുചേരും എന്നുള്ള എനർജി, അത് പാസ്റ്റ് ലൈഫ് കണക്ഷനും ഉള്ള ഒരു വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ചില ഓപ്ഷൻസ് ഉള്ള വ്യക്തിയായിരിക്കാം. അതാണ് ആദ്യം നമുക്ക് ആ ക്ഷമ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തിയുടെ തെറ്റായ തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ക്ഷമ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളെടുത്ത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാർഡ് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ പല സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് പല പേരുടെ ഇടപെടലുണ്ടാവാം, അല്ലെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ടാവാം, ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് നിങ്ങളേ ഉള്ളൂ, എന്ത് പറഞ്ഞാലും നിങ്ങൾ തന്നെയാണ് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇപ്പോൾ കണ്ടോ, മാരേജ് കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് 4 ഓഫ് വാൺസിൻ്റെ എനർജി. ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഒക്കെ നിങ്ങളെ തന്നെയാണ്. ഒരുപാട് സ്നേഹമാണ് നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങളെ ചേർത്ത് വെക്കണം, അല്ലെങ്കിൽ ഈ ബന്ധം ഒരു മാരേജിലൊക്കെ ചെല്ലണം, അല്ലെങ്കിൽ ഈ മാരേജ് നിങ്ങളുമൊത്തൊരു മാരേജ് വേണമെന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിവാഹം കഴിക്കണം, നിങ്ങളുമൊത്ത് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. കാരണം അവർക്കിപ്പോൾ പ്രപ്പോസലെല്ലാം വരുന്നുണ്ടാവും ചില സാഹചര്യത്തിൽ. അങ്ങനെയുള്ള ഒരു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഗതിയിൽ വളരെ എന്താ പറയുക, ഒരു എന്താ പറയുക, മറ്റുള്ളവർക്ക് അട്രാക്റ്റ് ആവുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് പെട്ടെന്ന് കാരണം ഒരുപാട് പേര് ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു തെറ്റായ പുറത്തൊക്കെ ഈ വ്യക്തി പോയിട്ടുണ്ടാവാം, ചില അട്രാക്ഷൻ്റെ പുറത്തൊക്കെ പോയിട്ടുണ്ടാവാം. അതാണ് 7 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അതായത് ചില ഓപ്ഷൻസൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർക്ക് അതിൽ നിന്ന് ആ ഒരു തീരുമാനത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷെ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ അകന്നിട്ടുണ്ടാവുക. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ആ വ്യക്തിക്കും ആ ക്ഷമ നമുക്ക് ആദ്യം കിട്ടിയ കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അങ്ങനെ ഒരു തെറ്റായ പുറത്ത് പോയതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ക്ഷമ പറഞ്ഞ് തിരിച്ച് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം നിങ്ങളെ തന്നെയാണ് ആ വ്യക്തി നോക്കിക്കാണുന്നത്. നിങ്ങളുമൊത്തൊരു വിവാഹമാണ്, നിങ്ങളുമൊത്ത് ലൈഫ് ലോങ് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. അതായത് ഈ ഒരു റീഡിങ് എല്ലാവർക്കും കാണാം കേട്ടോ. കാരണം ലവേഴ്സിന് കാണാം, അതേപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കാണാം, അതേപോലെ
എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുള്ളവർക്ക് കാണാം. എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളൊപ്പരം ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് വെക്കണം. നിങ്ങളാണ് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പമാണ് അവർക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളോടൊപ്പം ചിലവഴിക്കുമ്പോഴാണ്. അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളെ നേടിയെടുക്കണം. ഈ ഒരു കണ്ടോ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളെ നേടണം എന്നുള്ള ഒറ്റൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ഭയക്കേണ്ട. ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലായല്ലോ ഏകദേശം നമുക്ക് കാർഡ്സിൽ തന്നെ. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ പിണക്കത്തിലാണ്, ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടെങ്കിൽ, ഒന്നും സംസാരിക്കാതെല്ലാം നിങ്ങളിപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അവരിപ്പോൾ തെറ്റായ തീരുമാനം എടുത്ത് മറ്റൊരു വ്യക്തിയെ തേടി പോവുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പോവുക, അല്ലെങ്കിൽ ഫാമിലി പറയുന്നിട്ട് അവരെ വാക്ക് കേട്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങളോട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി അതൊക്കെ മാറ്റി വെക്കും. കാരണം ആ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ വിധിപ്രകാരം ഈ വ്യക്തി നിങ്ങൾക്ക് ചേരേണ്ട വ്യക്തി തന്നെയാണ്. അതായത് ഡെസ്റ്റിനിയാണ്. അതുകൊണ്ട് തന്നെ എവിടെയും പോവില്ല, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നോ കോണ്ടാക്റ്റ് ആയവർക്കൊക്കെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതുമായിട്ട് കണക്റ്റ് ആവുന്ന ക്ലൂസ് ഞാൻ എടുക്കാം. പൂരം നക്ഷത്രം, സ്റ്റുഡൻറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ്, മിറാക്കിൾസ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു മിറാക്കിൾസൊക്കെ നടക്കാൻ സാധ്യത ഒരുപാടുണ്ട്. ഓഗസ്റ്റ്, തിരുവാതിര, സെപ്റ്റംബർ, കെ എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ കെ. ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അതേപോലെ എസ് എന്ന്, ലെറ്റർ എസ് ആണ്. ലെറ്റർ ടി ആണ്. ടി. ജനുവരി, രോഹിണി, ഗൾഫ് രാജ്യം, ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. ജൂൺ എന്ന് കിട്ടിയിട്ടുണ്ട്. പർപ്പിൾ കളർ, ഒക്ടോബർ, തിരുവാതിര, പിങ്ക് കളർ, സെഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രമാണ്. ഉത്രം. അബ്രോഡ്, ഓ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓ. വൈറ്റ് കളർ, ലോയർ ആവാനുള്ള സാധ്യതയുണ്ട്. ആർ എന്ന്, ലെറ്റർ ആർ. കാസർഗോഡ്, വൈറ്റ് കളർ, റെഡ് കളർ. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാം യൂണിവേഴ്സ് പോസിറ്റീവായിട്ട് തന്നെ എല്ലാം ശരിയാക്കി വരും. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ ഒരു റീഡിങ്ങുമായി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്